ഹായ് മക്കളെ, നമ്മള് ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചില്ലായിരുന്നോ ചാപ്റ്റർ? അതിനകത്തില് നമ്മൾ കണ്ണിനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? ആ കണ്ണിനെ പറ്റി പഠിച്ചതില് നമ്മൾ ലൈവില് പഠിച്ച ഓർമ്മയുണ്ടോ? അതില് നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെ നമുക്ക് കാണാമെന്ന ഒറ്റ ഒരു 10 മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാം. സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്, എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുത്തേക്കുക. എങ്ങനെയാ അപ്പൊ നമ്മൾ കാണുന്നേ നോക്കാം. ഒരു മിനിറ്റ്, മിസ് പെന്നൊന്ന് എടുത്തോട്ടെ മക്കളെ. നോക്കിക്കേ, എങ്ങനെയാ നമ്മൾ കാണുന്നത്? ആദ്യം നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരും അല്ലെ? ഈ ലൈറ്റ് വരും, അത് കണ്ണിലടിക്കും അല്ലെ? കണ്ണിന്റെ കോർണിയ എന്ന് പറയുന്ന പോർഷൻ, കോർണിയ എന്താ? ട്രാൻസ്പെറന്റ് ആണ് അല്ലെ? അപ്പൊ ഈ കോർണിയയിലൂടെ ലൈറ്റ് പ്യൂപ്പിളിൽ വരും, പ്യൂപ്പിളിൽ നിന്ന് അത് ലെൻസിലേക്ക് എത്തും, ലെൻസിൽ നിന്ന് അത് റെറ്റിനയിലേക്ക് എത്തും. അവിടെ നിന്ന് ആ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. ഇമേജ് ഫോർമേഷൻ ഉണ്ടായി കഴിയുമ്പം ആ ഇമ്പൾസിനെ ഒപ്റ്റിക് നെർവ് എവിടേക്ക് എത്തിക്കും? ബ്രെയിനിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റിനെ കാണും. ഇനി നോക്കാം ഓരോന്ന് എങ്ങനെയാന്ന്. നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം എന്താടാ? എവിടുന്നാ ലൈറ്റ് വരുന്നത്? ഒബ്ജക്റ്റ്, നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് ഒബ്ജക്റ്റ് ചെന്ന് അടിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് നമ്മളിലേക്ക് വരുവാണ് അല്ലെ? ബൗൺസ് ബാക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റിഫ്ലക്ട് ചെയ്യാണ്. അപ്പൊ എപ്പോഴും ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്യും. ദാറ്റ് മീൻസ് എന്താ? റിഫ്ലക്ട് ചെയ്യും അല്ലെ? റിഫ്ലക്ട് ബാക്ക്. എന്നിട്ട് അത് എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിലേക്ക് അടിക്കും. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? ആദ്യം ഈ ലൈറ്റ് പാസ് ചെയ്ത് എങ്ങോട്ടാ വരുന്നത്? കോർണിയയിലേക്കാ വരുന്നത്. സോ ഫസ്റ്റ് അത് എങ്ങോട്ടാ വരുന്നത്? കോർണിയയിലേക്കാണ് വരുന്നത്. കോർണിയ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പെറന്റ് ആണ് അല്ലെ? നമുക്കറിയാം കോർണിയ ട്രാൻസ്പെറന്റ് ആണ്, ലൈറ്റിനെ അലോ ചെയ്യുന്ന പാർട്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ? ഇൻകമിങ് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്ന പാർട്ടാണ് കോർണിയ. അപ്പൊ മനസ്സിലായോ? ലൈറ്റ് കണ്ണിലടിക്കുന്നു, കണ്ണിനകത്തിലെ കോർണിയ വഴി ലൈറ്റ് അകത്തേക്ക് കയറുന്നു. ഇനി നോക്കിക്കേ, ലൈറ്റിനെ എങ്ങോട്ടാ പോകുന്നത്? പ്യൂപ്പിളിലേക്ക്. കോർണിയയിൽ നിന്ന് ലൈറ്റ് എങ്ങോട്ട് പോയി? പ്യൂപ്പിളിലെത്തി. നോക്കിക്കേ, പ്യൂപ്പിളിന്റെ കാര്യമാണ് പറയുന്നത്. പ്യൂപ്പിളിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഐറിസ് ആണ് അല്ലെ? പ്യൂപ്പിളിന്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ മക്കളെ? ഐറിസ് ആണ് അല്ലെ? ഐറിസിലും മെലാനിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് കളർ കൊടുക്കുന്നതിനൊക്കെ പഠിച്ചായിരുന്നു അല്ലെ? ഇനി മക്കളെ, ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? ഭയങ്കര ലൈറ്റ് ആകുമ്പോൾ മിസ് എന്ത് ചെയ്യും? മിസ് കണ്ണിന് തുറന്നിരിക്കും. ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? കണ്ണ് ചെറുതാക്കും അല്ലെ? അപ്പൊ നമ്മുടെ പ്യൂപ്പിള് സ്മോളർ ആകും. ഇനി ഡിം ലൈറ്റ് ആണല്ലോ, നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് വലുതാക്കി നോക്കും അല്ലെ? പ്യൂപ്പിള് വൈഡൻ ആകും. അങ്ങനെ 2 കേസുകൾ നോക്കിക്കോണം. പിന്നെ പറയുന്നത് എന്താ? അപ്പൊ പ്യൂപ്പിളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്തത് എങ്ങോട്ടേക്കാ പോകുന്നത്? ലെൻസിലേക്കാ പോകുന്നത്. അപ്പൊ ഈ ലെൻസിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവര് ഫ്ലെക്സിബിൾ ആണ്, ട്രാൻസ്പെറന്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെന്താ? എന്ത് ലെൻസാണെന്ന് കമന്റ് ചെയ്തേ. ഇനി നമ്മുടെ ലൈറ്റ് ഇവിടെ വന്ന് ഫോക്കസ് ചെയ്യും, റെറ്റിനയിൽ വന്ന് ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമേജ് എവിടെ ഫോം ചെയ്യും? റെറ്റിനയിൽ ഫോം ചെയ്യും. പക്ഷെ ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനെയാന്ന് നമുക്കറിയാം. റിയൽ ആണ്, സ്മോൾ ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആ ഫോം ചെയ്യുന്നത് അല്ലെ? ഈ ഇൻവേർട്ടഡ് ഇമേജിനെ നേരെ ആക്കണേ ആരാ ആക്കുന്നത്? ബ്രെയിൻ ആക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിനെ എവിടെ കൊണ്ട് കൊടുക്കണം? ബ്രെയിനിൽ എത്തിക്കണം. അപ്പൊ നോക്ക്, സീലിയറി മസിലുകള് നമ്മുടെ ലെൻസിന്റെ ഷേപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ പഠിച്ചതാ, കർവേച്ചർ ഓഫ് ലെൻസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് സീലിയറി മസിൽസ് എന്ന്. ഇനി നോക്കിക്കേ, 2 കാര്യങ്ങളിവിടെ മക്കളെ നോക്കണം. ഒബ്ജക്റ്റ് ദൂരെയാണ്. ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ലെൻസ് എങ്ങനായിട്ട് മാറും? തിന്നറായിട്ട് മാറും. ദൂരെയാണ് ഒബ്ജക്റ്റ് എങ്കിൽ നമ്മുടെ സീലിയറി മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കും അല്ലെ? ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ലെൻസ് തിന്നറായിരിക്കും. ഇനി നോക്കിക്കേ, ഇനി അടുത്ത എന്താ പറയുന്നത്? ഒബ്ജക്റ്റ് അടുത്താണെങ്കിൽ ലെൻസ് എങ്ങനെയായിരിക്കും? തിക്കർ ലെൻസ് ആയിരിക്കും. ലെൻസിന് നല്ല കട്ടിയായിരിക്കും. കാരണം എന്താ? അവിടെ റിലാക്സ്ഡ് ഫോമിലായിരിക്കും. നമ്മൾ അടുത്തല്ലേ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അതുകൊണ്ട് അവിടെ സീലിയറി മസിൽസ് റിലാക്സ് ആയിരിക്കും, ലിഗമെന്റ്സ് ആയിരിക്കും കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? അല്ലേ നമ്മൾ പഠിച്ചേ. ഇനി എങ്ങനെയാ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് റെറ്റിനയില്? റെറ്റിന എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് സെൻസിറ്റീവ് ഏരിയ ആണെന്നൊക്കെ നമുക്കറിയാം. എന്താ സംഭവിക്കുന്നത്? ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും. ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, സ്മോൾ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ഇമേജ് ഫോം ചെയ്യുമ്പോൾ ഈ റെറ്റിനയിൽ 2 സെല്ലുകൾ ഉണ്ട്, റോഡ് സെൽസും കോൺ സെൽസും ഉണ്ട്. റോഡ് സെൽസ് ഡിം ലൈറ്റിനെയും കോൺ സെൽസ് ഡാർക്ക് ലൈറ്റിനെ അല്ലെങ്കിൽ കളേർഡ് വിഷനെയും സെൻസ് ചെയ്യും. ഇനി എന്താ സംഭവിക്കുന്നത്?
ഈ സെൻസ് ചെയ്ത സാധനം നമുക്കറിയാം നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിൽ എത്തിക്കും. ഒപ്റ്റിക് നെർവുകൾ അതിനെ സ്വീകരിക്കുകയും അതിനെ ബ്രെയിനിന്റെ വിഷ്വൽ കോർട്ടെക്സിൽ എത്തിക്കുകയും ചെയ്യും. അവിടെ നമുക്കറിയാം ഒരു കണ്ണില് 2 ഇമേജ് ഫോം ഒരേ സാധനത്തിന് 2 ആംഗിളുള്ള ഇമേജ് ഫോം ചെയ്തു. അതിനെ എന്ത് ചെയ്യും? വിഷ്വൽ കോർട്ടെക്സിൽ എത്തിച്ചിട്ട് ബൈനോക്കുലർ ഫ്യൂഷൻ വഴി ഒന്നാക്കി മാറ്റും. നമ്മൾ കാണുന്നത് ഒറ്റ സാധനമാണെന്നുള്ള സെൻസേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കും അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതെ, ബ്രെയിൻ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാന്ന് നോക്കിക്കേ. എങ്ങനെയാ ബ്രെയിൻ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്? ഈ വിഷ്വൽ കോർട്ടെക്സിൽ ചെന്ന് കഴിയുമ്പം ഈ സിഗ്നൽസിനെ റിസീവ് ചെയ്യുകയും ബൈനോക്കുലർ ഫ്യൂഷൻ വഴി ഇമേജ് എന്താണെന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എങ്ങനെ? തലതിരിച്ച് നേരെയാക്കി വെക്കും, അപ്രൈറ്റ് ആക്കും ഇമേജിനെ. അങ്ങനെ നമ്മൾ എന്താണ് ആ വസ്തു എന്ന് തിരിച്ചറിയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്ര ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാത്തിനെയും കൂടെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പഠിച്ചെടുക്കണേ മക്കളെ. ഇനി അടുത്ത കണ്ടന്റായിട്ട് കാണുന്നവരെ ബൈ ബൈ.